ബിറ്റ് കോയിൻ്റെ ഡൗൺ ട്രെൻഡ് ഓൾമോസ്റ്റ് ഓവറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ഒരു 80% അതിൻ്റെ ഒരു ഡൗൺ ട്രെൻഡ് തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർന്നെന്ന് വിശ്വസിക്കാനുള്ള കാരണമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാർട്ട്, അതിൻ്റെ പേരാണ് ലോങ് ടൈം ഹോൾഡർ സപ്ലൈ. ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അത് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു ഓൺ ചെയിൻ ഡേറ്റയാണ് ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. ഈ ലോങ് ടൈം ഹോൾഡർ സപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാളാണോ ഒരു ബിറ്റ് കോയിൻ മേടിച്ചിട്ട് 5 തൊട്ട് 6 മാസം അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്, അവരെയാണ് ഈ ലോങ് ടൈം ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് 5 to 6 monthsന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും പോകാം. പക്ഷേ മിനിമം 5 തൊട്ട് 6 മാസമെങ്കിലും അവർ മേടിച്ചിട്ട് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യണം. അവരെയാണ് ഈ LTH എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരുടെ ക്യാരക്ടറാണ് നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ കാണാൻ ഒക്കുന്നത്. നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്ന ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസാണ്. നിങ്ങൾക്കറിയാം, ഈ ബ്ലാക്ക് ലൈൻ കാണിച്ചിരിക്കുന്ന പ്രൈസാണ്. ഈ ബ്ലൂ കാണിച്ചു വയ്ക്കുന്നതാണ് നമ്മുടെ LTH എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഹോൾഡേഴ്സിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റ് മീ ടേക്ക് മൈ പെൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു താഴോട്ട് പോകുന്ന ഒരു ഷാർപ്പ്നെസ് നിങ്ങൾക്ക് കാണാൻ നോക്കാം. ഈ താഴോട്ട് പോകുന്നത് കണ്ടോ, ഹെവി ആയിട്ട് നിങ്ങൾക്ക് താഴോട്ട് പോകുന്നതുണ്ടോ, ഇവിടെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മേടിച്ച, അല്ലെങ്കിൽ 5-6 മാസത്തിന് മുന്നേ മേടിച്ച ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാൻ തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം. ഈ ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ വി ഷേപ്പ് വന്നിട്ട് വി ഷേപ്പ് റിക്കവറി എന്ന് പറയുന്നില്ലേ, നമ്മൾ ഈ ഒരു സംഭവം ഇവിടുന്ന് മേപ്പോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യുവാണ്. തിരിച്ച് സെല്ല് ചെയ്തൊക്കെ കഴിഞ്ഞു, ഇനി അക്യുമുലേഷൻ ചെയ്യുവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കണ്ടോ, ഇവിടുന്ന് മേപ്പോട്ട് അക്യുമുലേഷൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു മെയിൻ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു വി ഷേപ്പ് താഴോട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സെല്ല് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, സോ ലെറ്റ് മീ ക്ലിയർ ദിസ് വൺ. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, ഇത് 2016 2016 നിങ്ങൾക്ക് കൂടെ LTH സപ്ലൈ എന്ന് പറഞ്ഞ് കാണാൻ നോക്കും. അറൗണ്ട് 11 മില്യൺ 11.9 മില്യൺ അവിടുന്ന് സെല്ല് ചെയ്തിട്ട് എത്തിയത് 8.7 മില്യൺ. അതായത് ഏകദേശം 3.5 മില്യൺ ബിറ്റ് കോയിൻ അവർ സെല്ല് ചെയ്തു ഇവിടുന്ന് താഴെ വരെ. ഓക്കെ, അവിടുന്ന് ഈ പറയുന്ന 2020 14.2 മില്യൺ ഉണ്ടായിരുന്നു, 12.1, ഏകദേശം 2 മില്യൺ എബോവ് അവർ സെല്ല് ചെയ്യുന്നു. അതുകൊണ്ട് വീണ്ടും അവർ ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കെ അവരുടെ കയ്യിരിക്കുന്ന ബിറ്റ് കോയിൻ്റെ എണ്ണം കൂടുന്നത് 14 മില്യനും എത്തുന്നു. സോ ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ ഒക്കുന്നുണ്ട്. കുറേ അവരുടെ ക്യാരക്ടർ പഠിക്കാൻ ഒക്കുന്നുണ്ട്, അവരുടെ സ്ട്രാറ്റജി നമുക്ക് പഠിക്കാൻ ഒക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ പ്രൈസ് ആക്ഷൻ, അല്ലെങ്കിൽ ഈ സാധനം അവർ ഡംപ് ചെയ്യുന്നു, വീണ്ടും മേടിക്കുന്നു, ഇതെല്ലാം ഞാൻ ഈ ഒരു ചാർട്ടിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കാണുന്ന ഓറഞ്ച് ബോക്സ് എന്ന് പറയുന്നത് അവർ അക്യുമുലേഷൻ ചെയ്യുന്ന ടൈമാണ്. ഈ ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് അവർ സെല്ല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ കണ്ട നിങ്ങളിവിടെ കണ്ട ആ താഴോട്ടുള്ള ഡ്രോപ്പാണ്, ഇവിടുന്ന് താഴോട്ടുള്ള ഡ്രോപ്പാണ് ഞാൻ ഈ ബ്ലൂ ബോക്സിൽ കൊടുത്തേക്കുന്നത്. അതായത് ഇവിടുന്ന് അവർ സെല്ല് ചെയ്യാൻ തുടങ്ങി. അത് നമ്മളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിനി ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ലോങ് ടൈം LTH ആളുകളുടെ ക്യാരക്ടറാണ്. ഇവിടെ ഞാൻ ഈ ഓറഞ്ച് ആരോ കൊടുത്തേക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഓരോ 4 കൊല്ലത്തെയും ടോപ്പാണ്. ഓരോ 4 കൊല്ലവും 4 കൊല്ലത്തിലൊരിക്കൽ ടോപ്പിൽ പോയിട്ട് അത് ബിയർ മാർക്കറ്റിൽ പോകും, എന്നിട്ട് അത് റിക്കവർ ചെയ്യാതാണ് അതിൻ്റെ ക്യാരക്ടർ. ഇവിടെ ഇതിൻ്റെ ടോപ്പാണ്. ഓക്കെ, അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്നു. അത് ബുൾ മാർക്കറ്റ് തുടങ്ങി ഇവിടെ ബിയർ മാർക്കറ്റ് ടോപ്പിലെത്തിയിട്ട് ബിയർ മാർക്കറ്റ് താഴോട്ട് തുടങ്ങുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ നോക്കും. അവർ അക്യുമുലേഷൻ, ഇവിടെ ഉള്ളതൊന്നും ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടെ മുതൽ ഡീറ്റെയിൽസ് നമുക്കത് തുടങ്ങാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ബിറ്റ് കോയിൻ താഴോട്ട് ബിയർ മാർക്കറ്റ് വരുന്നു, എന്നിട്ട് ഇവിടെ മുതൽ ഈ ലോങ് ടൈം ഹോൾഡേഴ്സ് അക്യുമുലേഷൻ ചെയ്യുന്നു ഇങ്ങോട്ട് ഇവിടം വരെ. ഇത്രയും അവർ ഈ പ്രൈസ് എല്ലാം അവർ അക്യുമുലേഷൻ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു പ്രൈസിലല്ല. ഇപ്പോൾ നമ്മുടെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ഒരു 10 ലക്ഷം രൂപ ഒരു പ്രൈസിൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് ഡംപ് ചെയ്യുമല്ല. അതായത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്തിട്ട് പല ടൈമും പ്രൈസും ഡൈവേഴ്സിഫൈ ചെയ്തിടുക. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ ഇടും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് 4, ദെൻ 5 ലക്ഷം രൂപ, അങ്ങനെ പല പ്രൈസുകളിലായിട്ട് പല എമൗണ്ടുകളിലിടും. അപ്പോൾ ഒറ്റ റേഞ്ചിലല്ല അവരിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ത്രൂ ഔട്ട് ഇത് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രൂ ഔട്ട് അക്യുമുലേഷൻ ചെയ്തിട്ട് ലെറ്റ് മീ ക്ലിയർ ദിസ് വൺ.
ഓക്കെ, അക്യുമുലേഷൻ ചെയ്തിട്ട് ഇത് കണ്ടോ, പ്രീവിയസ് ഹൈ കടന്നു കഴിഞ്ഞു അവർ അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഹൈ ഇതാണ്, അത് ഞാൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ മുതൽ അവർ സെല്ല് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സെല്ല് ടോപ്പ് സെല്ല് ചെയ്യുന്നു. അതിൻ്റെ ഒരു പുൾ ബാക്കിൻ്റെ ഒരു കാൽഭാഗം വരെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ പ്രോഫിറ്റ് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഇവിടെ മുതൽ ആണ്. അതായത് അവരുടെ ആവറേജ് പ്രൈസ് നിൽക്കുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും അവരുടെ പ്രോഫിറ്റാണ്. ഓക്കെ, അവർ സെല്ല് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. അവർ അക്യുമുലേഷൻ എല്ലാം ഈ ബോട്ടത്തിൽ ചെയ്യും. അവർ ആവറേജ് പ്രൈസ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി 2014 മുതൽ ഇവരുടെ ക്യാരക്ടർ കുറച്ച് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വളരെ വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മേടിക്കാൻ തുടങ്ങുന്ന സമയവും സെല്ല് ചെയ്യുന്ന സമയവും വളരെ ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. കാരണം അതിനകത്തൊരു ക്യാരക്ടർ അവരുടെ ഉണ്ട്. അവർ സെല്ല് ചെയ്യുന്നത് നോക്കിയേ, ഇത് 2013 ടോപ്പാണ്. അതായത് ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് അവരെവിടെ നിന്ന് ഈ പറയുന്ന പോലെ സെല്ല് ചെയ്യുന്നു. ഈ ടോപ്പ് മുതൽ ആ ഒരു ബിറ്റ്കോയിൻ്റെ താഴോട്ട് പോകുന്ന ബിയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇവിടെ മുതലാണ് ബിറ്റ്കോയിൻ്റെ അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും ടോപ്പിൽ അവർ സെല്ല് ചെയ്യുന്നു. അതിൻ്റെ ഒരു കാൽഭാഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ബിറ്റ്കോയിൻ്റെ അപ് ട്രെൻഡ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അവരിവിടെ മുതൽ വിൽക്കുവാണ്. ടോപ്പിലെത്തിയിട്ട് നിർത്തുമല്ല, എന്നിട്ട് ചെറിയൊരു പുൾ ബാക്കിലും വിൽക്കുന്നു. എന്നിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയും ഇവിടുന്ന് മേപ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് സെല്ല് നിർത്തുന്നു. എന്നിട്ട് വീണ്ടും അക്യുമുലേഷൻ തുടങ്ങുന്നു. ഏകദേശം ഒരു 45% താഴെ വെച്ചിട്ട് വീണ്ടും അക്യുമുലേഷൻ ചെയ്യുന്നു. ഈ ഏരിയ മുഴുവൻ അക്യുമുലേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈസ് റേഞ്ചിലല്ല അവർ അക്യുമുലേഷൻ ചെയ്യുന്നത്. അവരുടെ ഇരിക്കുന്ന പൈസ പല പ്രൈസ് റേഞ്ചുകളായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു ആവറേജ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. അവരുടെ പ്രൈസ് നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ലാഭമായിരിക്കും. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ വരുന്നതിന് തൊട്ട് മുന്നേ, അതായത് പ്രീവിയസ് ഹൈയിലേക്ക്, അതായത് ഇതൊരു ബിയർ മാർക്കറ്റ് വരുന്നു. ആ ബിയർ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ് പയ്യെ ബുൾ മാർക്കറ്റിലേക്ക് തുടങ്ങി. അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിൻ്റെ ഏകദേശം തൊട്ട് താഴെ വരുമ്പോൾ മുതൽ അവർ സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് നിൽക്കുന്നത് ഏറ്റവും ബോട്ടത്തിലാണ്. അവർ ഹെവി ആയിട്ട് അക്യുമുലേഷൻ ചെയ്യും ബോട്ടത്തിൽ. അപ്പോൾ അവരുടെ ആവറേജ് പ്രൈസ് താഴെ വരും. സാധാരണ റീറ്റെയിലേഴ്സ് ചെയ്യുന്നത് എന്താണ്, അവരുടെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒരു പ്രൈസിൽ ഡംപ് ചെയ്യും. അവർ അങ്ങനെയല്ല ചെയ്യുന്ന, പ്രൈസ് പല രീതിയിലായിട്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്യും. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്യാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് എത്തുന്നതിന് മുന്നേ പയ്യെ സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സെല്ല് ചെയ്ത് അവർ ഈ ബ്ലൂ ബോക്സ് മുതലാണ് അവർ സെല്ല് ചെയ്യുന്നത്. സെല്ല് ചെയ്ത് അവർ അങ്ങ് ടോപ്പ് വരെ എത്തും. അവർ നിർത്തുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40% ഒക്കെ ഡ്രോപ്പ് വരുന്ന കഴിഞ്ഞിട്ട് അവർ വീണ്ടും അക്യുമുലേഷൻ തുടങ്ങും. അപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് 4 കൊല്ലത്തിലൊരിക്കൽ അവർ ഡംപ് ചെയ്യും. എന്നിട്ട് ത്രൂ ഔട്ട് അക്യുമുലേഷൻ ചെയ്യും ബോട്ടം. എന്നിട്ട് 4 കൊല്ലത്തിലൊരിക്കൽ അത് ഡംപ് ചെയ്തിട്ട് ത്രൂ ഔട്ട് അക്യുമുലേഷൻ ചെയ്യും, ഡംപ് ചെയ്യും. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ ഒന്ന് വരച്ച് കാണിച്ചിട്ട് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്കതൊന്ന് ഇത് ചെയ്യാം. അതായത് ബിറ്റ്കോയിൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവർ അക്യുമുലേഷൻ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ട് അക്യുമുലേഷൻ തുടങ്ങും. ഓക്കെ, തുടങ്ങി അത്യാവശ്യം തുടങ്ങിയിട്ട് ഇത്രയും തുടങ്ങി അവർ ആവറേജ് പ്രൈസൊക്കെ ഏകദേശം ബോട്ടത്തിലാക്കും. എന്നിട്ട് പ്രീവിയസ് ഹൈയുടെ ഒരു 1/3 ഇവിടെ മുതൽ അവർ സെല്ല് ചെയ്യാൻ തുടങ്ങും. ഈ സെല്ല് ചെയ്ത് ഇപ്പോൾ ഉദാഹരണം അവർ അക്യുമുലേഷൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലാണ്. ട്രയാങ്കിൾ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 ലക്ഷം രൂപ ഈ ഒരു ഡ്രോപ്പിൽ ഇടും. 1 ലക്ഷം രൂപ. എന്നിട്ട് വീണ്ടും പ്രൈസ് താഴുമ്പോൾ ഇവിടെ 2 ലക്ഷം രൂപ ഒരു 3 ലക്ഷം രൂപ ഇടും. അപ്പോൾ അവർ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് മാറും. അപ്പോൾ പ്രൈസിങ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മൊത്തത്തിൽ 4 ലക്ഷം രൂപ ഡിപ്ലോയ് ചെയ്തു. ബാക്കി 6 ലക്ഷം രൂപയുണ്ട്. 6 ലക്ഷം രൂപ ഏറ്റവും ബോട്ടത്തിൽ ചെയ്യും. ഞാൻ ഏകദേശം ഒരു ഐഡിയ തരുന്നതാണ് കേട്ടോ. 6 ലക്ഷം രൂപ ഇവിടെ ഇടുമ്പോൾ അവർ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ആളുകൾ ഒരു 10 ലക്ഷം രൂപ എടുത്തിട്ട് ഇവിടെ എടുത്തിടും അല്ലേ? അവർ പയ്യെ ഇട്ടിട്ട് അതിൻ്റെ ആവറേജ് താഴെ കൊണ്ടുവരും. എന്നിട്ട് തിരിച്ച് ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് ബുൾ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പ്രോഫിറ്റിലേക്കായി. അപ്പോൾ ഇതെല്ലാം പ്രോഫിറ്റാണ് ഇത്രയും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ അവർ സെല്ല് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സ് ട്രയാങ്കിളാണ്. അതായത് ഇവിടെ എത്തുമ്പം ഏകദേശം 1 ലക്ഷം രൂപ അവർ ചെറിയൊരു പ്രോഫിറ്റ് ടേബിളിൽ എടുത്ത് വെക്കും. ഇവിടെ വരുമ്പോൾ ഒരു 3 ലക്ഷം രൂപ സെല്ല് ചെയ്യും. ഇവിടെ വരുമ്പോൾ ബാക്കിയെല്ലാം ഡംപ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അല്ലാതെ ഒരു പ്രൈസ് റേഞ്ച് അവർ കാത്തിരിക്കത്തില്ല. പയ്യെ സെല്ല് ചെയ്ത് ഇറങ്ങത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇതാണ് ലാസ്റ്റ് ഫുൾ റൈഡ് കഴിഞ്ഞിട്ട് ഒരു 40-45% താഴ്ന്നു കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും അക്യുമുലേഷൻ തുടങ്ങും.
കണ്ടോ, ക്യാരക്ടർ കണ്ടോ, തുടങ്ങി അക്യുമുലേഷൻ തുടങ്ങി ഏകദേശം പ്രീവിയസ് ഹൈയുടെ ഏകദേശം തൊട്ട് താഴെയായിട്ട് അവർ വീണ്ടും സെല്ല് ചെയ്ത് തുടങ്ങും. കാരണം എന്തുകൊണ്ടാണ് അവർ ആവറേജ് ഇവിടെയാണ് നിൽക്കുന്നത്, മനസ്സിലായോ? ഇതാണ് അവർ ആവറേജ്, ഇതാണ് ഒരു ആവറേജ്. അപ്പോൾ സെല്ല് ചെയ്യാൻ തുടങ്ങുന്നത് പ്രീവിയസ് ഹൈയിലേക്ക് പ്രൈസ് എത്തുന്നതിന് കുറച്ച് മുന്നേ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ത്രൂ ഔട്ട് ന്യൂ ഹൈ വരെ അത് സെല്ല് ചെയ്യും. എന്നിട്ട് വീണ്ടും താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു 40% താഴോട്ട് വന്നിട്ട് വീണ്ടും അക്യുമുലേഷൻ തുടങ്ങും. എനിക്ക് ഇവിടെ കാണാൻ നോക്കുന്നുണ്ട്. ഇതാണ് ഹൈ. അവർ അക്യുമുലേഷൻ ഏകദേശം ഇവിടെ മുതൽ തുടങ്ങി ഇത് ഫുള്ളായിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നു. അത് ആവറേജ് ഏകദേശം താഴെയായിട്ട് വരുന്നു. എന്നിട്ട് ആ പ്രൈസ് ബിയർ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് കയറി ഇത് ബിയർ മാർക്കറ്റാണ്, അതും റിക്കവർ ചെയ്ത് കയറി ഈ പ്രീവിയസ് ഹൈയുടെ കാൽഭാഗം എത്തുമ്പോൾ അവർ സെല്ല് ചെയ്യാൻ തുടങ്ങും. ത്രൂ ഔട്ട് ഈ ബ്ലൂ ബോക്സ് സെല്ലിംഗ് ആണ്. എന്നിട്ട് ടോപ്പിലെത്തി, എന്നിട്ട് ഏകദേശം ഈ ഒരു പോർഷൻ അവർ വിട്ടിട്ട് ഇവിടെ മുതൽ അക്യുമുലേഷൻ തുടങ്ങും. ആവറേജ് ഇവിടെ വരും. എന്നിട്ട് ഈ കണ്ടല്ലോ ഈ ഒരു ടോപ്പിലേക്ക് എത്തും. അതിൻ്റെ ഏകദേശം സമയമായിട്ട് അവർ അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങും, സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ടോപ്പിലെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് 4 കൊല്ലത്തിൽ ഒരിക്കൽ അവർ ഡംപ് ചെയ്യും, ബാക്കി അക്യുമുലേഷൻ ചെയ്യും. പക്ഷേ നമ്മൾ 2024 മുതൽ ഈ ലോങ് ടൈം ഹോൾഡേഴ്സിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയി തുടങ്ങുന്നത് കാണാം. അതായത് നിങ്ങളിവിടെ എല്ലാം കണ്ട് ബുൾ മാർക്കറ്റിൽ ഈ പറയുന്ന 4 ഇയർ സൈക്കിളിൽ അക്യുമുലേഷനും ഒരു സെല്ലിങ്ങും ആണ് വരുന്നത്. അക്യുമുലേഷൻ സെല്ല് ചെയ്തങ്ങ് മാറുവാണ് ടോപ്പിൽ, അത് കഴിഞ്ഞ് വീണ്ടും അക്യുമുലേഷൻ പീരീഡിലേക്ക് പോകും. നമ്മുടെ ബിയർ മാർക്കറ്റ് തീരുന്നത് 2022 എന്നിട്ട് 2023, 24, 25 ബുൾ മാർക്കറ്റാണ് വരുന്നത്. ആ ബുൾ മാർക്കറ്റിൽ 2025 ഈ ഒരു ബ്ലൂ ബോക്സ് വന്ന് ഡംപ് ചെയ്യേണ്ടത്. അതായത് ഏകദേശം നവംബർ, ഡിസംബർ ഈ മാസം മുതൽ ഡംപ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളിവിടെ കാണുന്ന ക്യാരക്ടർ എന്താണ്? ഈ ഒരു ബോക്സ് 4 കൊല്ലത്തിൽ ഒരു ബോക്സ് നീല ബോക്സ് വരുന്നതിന് പകരം 2024 2025 രണ്ട് തവണയും ഈ ബ്ലൂ ബോക്സ് വരുന്നുണ്ട്. അതായത് 2024 2025 ബുൾ മാർക്കറ്റിൽ പോകേണ്ടത് ലോങ് ടൈം ഹോൾഡേഴ്സ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ കാണാം. ഈ പറയുന്ന ടോപ്പിലേക്ക് എത്തുന്നു, അതിൻ്റെ ഒരു കാൽഭാവം വെച്ചിട്ട് അവർ സെല്ല് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അത് അവരുടെ ഒരു ക്യാരക്ടർ തന്നെയാണ്, സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷെ അവർ ഇവിടെ വീണ്ടും അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്യാരക്ടർ കാണുവാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ഡംപ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ കൊല്ലത്തെ ബുൾ മാർക്കറ്റിൽ ഒരു ഓഗസ്റ്റ്, ഒരു ലാസ്റ്റ് കൊല്ലത്തെ ഒരു 4th ക്വാർട്ടർ മുതലാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ തുടങ്ങിയേക്കുന്നത് 2024, ഞാൻ പറഞ്ഞ മനസ്സിലായി, 2025 അവർ ഡംപ് ചെയ്യേണ്ടത്. പക്ഷേ 2023 റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. 2024 സെയിം ക്യാരക്ടർ തന്നെയാണ്, ഇവിടെ ഡംപിങ് തുടങ്ങണം. പക്ഷേ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാനുവരിയിലുള്ള ഈ ഡംപിങ് സാധാരണ രീതിയിൽ ആളുകൾക്ക് കാണുമ്പോൾ, കാരണം ന്യൂ ഹൈയിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഡംപ് ചെയ്ത് വരേണ്ടതാണ്. പക്ഷേ ഈ 2024 സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ETF ലോകത്തിൽ ആദ്യമായിട്ട് US ബിറ്റ്കോയിൻ ETF വരുന്നത് ജാനുവരി 18 സംതിങ് വെച്ചിട്ടാണ്. ആ ടൈം വെച്ചിട്ടാണ് ഹെവി ആയിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇതുപോലെ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സെല്ലിങ് നടക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജായിട്ടുള്ള അക്യുമുലേഷന് ശേഷമാണ്. പക്ഷേ ഇവിടെ കണ്ടോ, വീണ്ടും അക്യുമുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സെല്ലിങ് നടക്കുന്നു 2025. എന്നിട്ട് വീണ്ടും അക്യുമുലേഷൻ നടന്നിട്ട് വീണ്ടും സെല്ലിങ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ $80 അന്ന് മേടിച്ച ആളുകൾ ഇപ്പം 80,000 വിൽക്കുമ്പോൾ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത്, അവരുടെ ലാഭം എന്ന് പറയുന്നത് ബില്യൻസ്, നോട്ട് മില്യൻസ്, ബില്യൻസ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ബിറ്റ്കോയിൻ ദേ ഹാവ്. ബട്ട് ഒരു ആവറേജ് ഞാൻ പറയുകയാണെങ്കിൽ $ബില്യൻസ് ആണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് മണിയാണ്. സോ വാട്ട് ദേ ഡു, ഒന്നെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കും. കാരണം അവർക്ക് ഇനി ഒരു ബിയർ മാർക്കറ്റും കൂടെ പോകാൻ വയ്യ. കാരണം ഈ $ബില്യൻസ് നേരെ മില്യൻസിലേക്ക് പോകാൻ കാണാൻ വയ്യ. സോ അവർ അതിൻ്റെ ഒന്നെങ്കിൽ ഒരു പോർഷൻ എടുത്തിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അവർ എല്ലാം ഡംപ് ചെയ്യും. അല്ലെങ്കിൽ ചില ആളുകൾ ആ ബിറ്റ്കോയിൻ കൺവേർട്ട് ചെയ്ത് ETF ആക്കുന്ന, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്നത് 4 കൊല്ലത്തിൽ ഒരിക്കൽ കാണുന്ന പ്രോസസ്സ് 3 തവണയായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായോ? അത് 2025 2 തവണ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡംപ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ETF വരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി വോളിയമുണ്ട്. അതായത് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ടൈം ഹോൾഡേഴ്സാണ് കൂടുതൽ ബിറ്റ്കോയിൻ്റെ 70% ഹോൾഡ് ചെയ്യുന്നത്. അവർ ഡംപ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ പറയുന്ന 10,000 ബിറ്റ്കോയിനൊക്കെ ഒന്ന് ഡംപ് ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റ് അതുപോലെ ഇടിയും. ഇന്ന്
അതേപോലെ 10,000 ബിറ്റ് കോയിൻ വന്ന് മാർക്കറ്റിൽ ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് ബൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡേഴ്സ് ഓൾറെഡി ETF-ലൂടെ പോകുന്നുണ്ട്. അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺട്രി, ആർക്കും ഈസിയാണ് ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ ത്രൂ ETF. ബ്ലാക്ക് റോക്കിൻ്റെ IBIT-ലൂടെയൊക്കെ അവർ അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 80 രൂപയ്ക്ക് മേടിച്ച ബിറ്റ് കോയിനേഴ്സ് 80,000-ൽ ഈ 10,000-15,000 ബിറ്റ് കോയിൻ ഡംപ് ചെയ്യുമ്പോൾ ആ പ്രൈസ് ഇപ്പോൾ ഈ 80 രൂപയ്ക്ക് മേടിച്ച 80,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവർക്കൊരാഗ്രഹമുണ്ട് 80,000-ൽ തന്നെ എൻ്റെ 10,000 ബിറ്റ് കോയിൻ വിൽക്കണം. നേരത്തെ അത് പറ്റത്തില്ലായിരുന്നു, കാരണം അത്രയും പൈസ ഡംപ് ചെയ്യുമ്പോൾ ഈ 80,000 എന്നുള്ളത് താഴോട്ട് ഇടിഞ്ഞിടിഞ്ഞ് പോകും. അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ഈസിലി ആ ഒരു 80,000 10,000 ബിറ്റ് കോയിൻ ഈസിലി സെല്ല് ചെയ്യാം, പ്രൈസ് അധികം ഡ്രോപ്പ് ചെയ്യാതെ. അത്രയും വോളിയം ഉണ്ട്, അത്രയും ബൈയിങ് പവർ ഇപ്പം ബിറ്റ് കോയിൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് കാരണം ഈ 69 വന്നിട്ട് ബിറ്റ് കോയിൻ അധികം പൊങ്ങുന്നില്ല. ഇവിടെ വീണ്ടും അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. അത് വേറെ കുറേ ആളുകളാണ് ഈ ഒരു അക്യുമുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ലോങ് ടൈം ഹോൾഡേഴ്സിൻ്റെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ. കാരണം അവർ ഹെവിലി സെല്ല് ചെയ്യുന്നു, പൈസ മാറ്റി വെക്കുന്നു. ഒന്നെങ്കിൽ അത് ETF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇതിലേക്ക് മാറുന്നു. ഈ ഒരു പാനിക്കിൻ്റെ പുറത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെ ഈ പാനിക്കിൻ്റെ പുറത്ത് നമ്മുടെ എക്കോണമി മാക്രോ എക്കണോമിക്സ് ഭയങ്കര മോശമായിട്ട് പോകുന്നു. റേറ്റ് കട്ട്സിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പാത്ത് തരുന്നില്ല. ഈ ഫോഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ ബിറ്റ് കോയിന് വീണ്ടും മേപ്പോട്ട് പോകാൻ നോക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിലേക്ക് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതും സാധാരണ ആളുകൾ അത് ആ ഒരു പേടി കാരണം ഡംപ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഫോഴ്സും കാരണം ഈ പ്രൈസ് ഇങ്ങനെ ഡംപ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു ചാർട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ നോക്കും വേറൊരു ക്യാരക്ടറും കൂടെ പറയാം. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ ഈ പ്രൈസ് ഡംപ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് ഉണ്ട് ബോട്ടം എപ്പോഴും മേപ്പോട്ട് കയറിയേ പോകത്തുള്ളൂ. അതായത് ടോപ്പും അങ്ങനെ തന്നെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡംപ് ചെയ്യും, എന്നിട്ട് അതിനേക്കാളും കൂടുതൽ പിന്നീട് മേടിക്കും. ഡംപ് ചെയ്യുമ്പം ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു 3 മില്യനാണ് ഡംപ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 മില്യനെ ഡംപ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ 1.8 മില്യനെ ഡംപ് ചെയ്യുന്നുള്ളൂ. അത് ഡംപ് ചെയ്യുന്ന പ്രൈസ് ഡംപ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ ഡംപ് ചെയ്യുന്നത് കുറയുന്നുണ്ട്. അത് മാത്രമല്ല അക്യുമുലേഷൻ കൂടുന്നുണ്ട്. പ്രീവിയസ് ഇതിനേക്കാളും കൂടുതൽ അക്യുമുലേഷൻ അവർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ലൈൻ്റെ ഈ പ്രത്യേകത. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് താഴോട്ട് പോകുന്നുണ്ട്. കൂടുതൽ അക്യുമുലേഷനും ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്നുണ്ട്. കണ്ടോ ഈ ഒരു ക്യാരക്ടർ ഉണ്ടോ? അപ്പം അതായത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ബുൾ മാർക്കറ്റിൽ സമയങ്ങളിൽ പ്രോഫിറ്റിലേക്ക് പോകുന്നതോറും ഡംപ് ചെയ്യുന്നത് പോലെ തന്നെ 2-3 തവണ നമ്മൾ കണ്ടു. 2024 കണ്ടു, 2025 2 തവണയും കണ്ടു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള സെല്ലിംഗ് ആണ് കണ്ടത്. അത് ETF വന്നതിൻ്റെ ആകാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇനി ബിറ്റ് കോയിനിൽ താഴോട്ട് പോകണോ, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലേ? അതല്ല അതിൻ്റെ യഥാർത്ഥ പിക്ചർ. ഇനി യഥാർത്ഥ പിക്ചർ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവർ പൈസ ആളുകൾക്ക് ഈ എക്സ്ചേഞ്ചിലാണല്ലോ വന്ന് ഡംപ് ചെയ്യുന്നത്. അതായത് ബിറ്റ് കോയിൻ വന്ന് ഇപ്പം നമ്മളായാലും ബിറ്റ് കോയിൻ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് സെല്ല് ചെയ്യുന്നു. എക്സ്ചേഞ്ചിൽ അല്ലാതെ OTC ഡെസ്ക് വഴിയും എക്സ്ചേഞ്ചിലൂടെ പോകാതെ തന്നെ അല്ലാതെയും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇതൊക്കെ സെല്ല് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ചാണ് ഈസി, അത്രയും പൈസ വോളിയം ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടോ? ഇത് 2023 മുതലുള്ളതാണ്. 2020 മുതൽ ഈ ഒരു അതായത് എക്സ്ചേഞ്ചിലുള്ള ബിറ്റ് കോയിൻ്റെ എണ്ണം കുറഞ്ഞു. ഈ ബ്ലൂ ലൈനുള്ളതാണ് എക്സ്ചേഞ്ചിലുള്ള എണ്ണം കേട്ടോ. ഈ വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പ്രൈസാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചൂടെ? ഈ ഡംപ് ചെയ്തേക്കുന്ന ബിറ്റ് കോയിനൊക്കെ ഇത് ഡംപ് ചെയ്തേക്കുന്ന ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഡംപിങ്ങിൻ്റെ ക്യാരക്ടർ ഇപ്പം ഹെവി ആയിട്ട് കൂടിക്കൊണ്ട് വരുവാണ്. അക്യുമുലേഷനേക്കാളും കൂടുതൽ ഡംപ് ചെയ്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡംപ് ചെയ്യുന്ന ബിറ്റ് കോയിൻ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ചിലുള്ള മൊത്തത്തിൽ ബിറ്റ് കോയിൻ്റെ എണ്ണത്തിന് മുകളിലോട്ട് പോകണമല്ലോ. 2024 മുകളിൽ നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലുള്ള ബിറ്റ് കോയിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. സംബഡി സ്റ്റാക്കിങ് ഇറ്റ്. അത് 2025 എവിടെയാണ്? 2025 3 മില്യൺ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് ഏകദേശം 2.7 ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും ആളുകൾ അത് ബൈ ചെയ്യുന്നുണ്ട്. ദെൻ ഹൂ ഈസ് ബൈയിങ് ഇറ്റ്? അതാണ് ചോദ്യം. അതായത് ഈ ആളുകൾ ലോങ് ടൈം ഹോൾഡേഴ്സ് ഡംപ് ചെയ്യുന്ന ബിറ്റ് കോയിൻ ആരാണ് വാങ്ങിക്കുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ? അതാണ് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ഓഫീസസ്, കൺട്രി. ദേ ആർ ജസ്റ്റ് ബൈയിങ് ഇറ്റ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ $80 മേടിച്ചിരുന്ന ആളുകൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, $80 മേടിച്ച ആളുകൾ ഡംപ് ചെയ്യുന്നത് 80,000 ഡംപ് ചെയ്യുകയാണ്. ദേ ഹാവ് ഹ്യൂജ് പ്രോഫിറ്റ്.
പക്ഷേ 80,000 പുതുതായിട്ട് മേടിക്കാൻ നിൽക്കുന്ന ആളുകൾ ഇസ് ഡിഫറെൻറ്റ്. ദേ ഹാവ് ഹ്യൂജ് മണി, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക്, ഈ പറയുന്ന പോലെ മൈക്കിൾ സെയ്ലർ, അല്ലെങ്കിൽ ബിഗ് നമ്മളറിയാത്ത ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പം UAE അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം അക്യുമുലേഷൻ ചെയ്യുന്നത് 80Kയിലാണ്. ദേ സ്റ്റാർട്ടിങ് ഫ്രം 80K. അപ്പോൾ 80Kയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 100Kയിൽ എത്തുമ്പോൾ വിൽക്കാനല്ല, ദേ ഹോൾഡ് ഇറ്റ് ഫോർ മോർ ലൈക്ക് 15-20 ഇയേഴ്സ്. അതായത് ഈ ഹോൾഡ് ചെയ്തേക്കുന്ന ആളുകളെക്കാട്ടിലും കൂടുതൽ ടൈം ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോകും ഇവർ. കാരണം അവർ വന്നേക്കുന്ന 80Kയിലാണ്. 80Kയിൽ വരുമ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള അവർ കൺവിൻസ് ആയി ദിസ് ഇസ് ഹ്യൂജ്, ബിറ്റ് കോയിൻ നിസാരമല്ല, അവർ അടുത്ത മില്യൺസ് ഓഫ് ഡോളറിലേക്ക് ഹോൾഡ് ചെയ്യും. അവരിത് വിൽക്കാനല്ല മേടിക്കുന്നത് ഭൂരിഭാഗം ആളുകളും. ഓക്കെ, ദേ വോണ്ട് സെൽ ഇറ്റ്. അതിന് പകരം എന്ത് ചെയ്യും, അവർ ലിവറേജ് ചെയ്യും ഈ ബിറ്റ് കോയിൻ. ലിവറേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാതെ തന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും. ഓക്കെ, അവർ സെല്ല് ചെയ്യാൻ വേണ്ടിയല്ല അവരിത് എടുക്കുന്നത്. 80,000 100,000 അവർ വരണമെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് സെൽ ഇറ്റ് 200K or 300K. അവർ ലിവറേജ് ചെയ്യും സെല്ല് ചെയ്യാതെ. ദിസ് ഇസ് ന്യൂ മണി. ഈ ആളുകളുടെ ക്യാരക്ടർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ദാൻ ദിസ് പീപ്പിൾ. ഈ ആളുകൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ക്യാരക്ടർ പയ്യെ ഇല്ലാതായി തുടങ്ങും. ബട്ട് ഐ എം സേയിങ് ഇസ് ട്രൂ. യു വിൽ ഗോയിങ് ടു സീ ഇറ്റ് വിത്തിൻ നെക്സ്റ്റ് 10 years. ഈ കാണുന്ന ഡംപിങ്, എന്തുകൊണ്ട് ഈ ഡംപ് ചെയ്യുന്ന പൈസ ആരാ മേടിക്കുന്നത്? ഇവരാണ് മേടിക്കുന്നത്. സോ പീരിയോഡിക്കലി ദേ വോണ്ട് ഡംപ് ഇറ്റ്. ഓക്കെ, ഇനി ഈ പറഞ്ഞത് ഓക്കെ, നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒത്തിരി ഡെപ്തിലേക്ക് പോകാനുണ്ട്, പക്ഷേ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ 2021 ഈ ഒരു ഡംപിങ് നിങ്ങൾ കണ്ടോ? ഇത് ഏകദേശം 2.13 മില്യനാണ് ഡംപ് ചെയ്തേക്കുന്നത്. ഇത് ഏകദേശം 2024 ഡംപ് ചെയ്തേക്കുന്നത് ഏകദേശം 1.5 മില്യൺ ഡംപ് ചെയ്തു. അതുകഴിഞ്ഞ് വീണ്ടും അക്യുമുലേഷൻ തുടങ്ങി, അതുകഴിഞ്ഞ് വീണ്ടും പ്രൈസ് മേപ്പെട്ട് തുടങ്ങി, അതിന് വീണ്ടും ഡംപ് ചെയ്യുന്നു. ഇത് എൻ്റെ 1.8 മില്യനാണ് ഡംപ് ചെയ്യുന്നത് 2025 തുടക്കം. എൻ്റെ വീണ്ടും അക്യുമുലേഷൻ ചെയ്യുന്നു, വീണ്ടും പ്രൈസ് മേപ്പെട്ട് പോകുന്നു, വീണ്ടും ഡംപ് ചെയ്യുന്നു. അതും ഏകദേശം കറക്റ്റ് 1.8 മില്യനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴോട്ട് ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്കറിയാം. ഈസ് ഇറ്റ് എ ബിഗിനിങ്? അതായത് ഡൗൺ ട്രെൻഡിൻ്റെ ബിഗിനിങ് ആണോ, മിഡിലാണോ, ഓൾമോസ്റ്റ് ബോട്ടത്തിലാണോ? നമ്മളിപ്പോൾ എന്തായാലും ഓപ്പണിംഗ് അല്ല, മിഡിലും അല്ല, വി ആർ ഹിയർ സംവെയർ. നിങ്ങൾ ഇത് കണ്ടോ? ഇത് സ്റ്റാർട്ടിംഗ് ആണ് ഡംപിങ്ങിൻ്റെ, ഇത് എൻഡ് ചെയ്തു. മനസ്സിലായോ? അതായത് നമ്മൾ മിഡിലുമല്ല, ബോട്ടം, ഓൾമോസ്റ്റ് ബോട്ടം. ഞാൻ പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, മിഡിൽ, ബോട്ടം. നമ്മൾ ഏകദേശം ബോട്ടം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏകദേശം 80% നമ്മൾ ബോട്ടത്തിലെത്തി. ഇനി നെക്സ്റ്റ് അപ് ട്രെൻഡ് ആകാനാണ് ചാൻസ് വളരെ കൂടുതൽ. കാരണം എന്തുകൊണ്ട്? ഈ ലോങ് ടൈം ഹോൾഡേഴ്സ് ഇനി അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങും. അത് പ്രൈസ് പൊങ്ങുന്നതിന് മുന്നേ അക്യുമുലേഷൻ, നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഞാൻ കാണിച്ചു തന്നു. അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങി, അടുത്ത എത്തുമ്പോഴത്തേക്ക് അവർ സെല്ല് ചെയ്യാൻ തുടങ്ങും. കാരണം അവർ അക്യുമുലേഷൻ തുടങ്ങിയിട്ടില്ല, എത്ര നാൾ സെല്ലിംഗ് ആയിരുന്നു, അക്യുമുലേഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, December 26 ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് എക്സ്പയറി 23 ബില്യൺ ഐ തിങ്ക് എക്സ്പയറി വരുന്നു. അതുകഴിഞ്ഞ് എല്ലാം റീസെറ്റ് ആവും. റീസെറ്റ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആകണമെന്നില്ല, പഴയതുപോലെ വീണ്ടും ആകാം. പക്ഷേ ഈ LTH വെച്ച് നോക്കുമ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി ഒക്കെ അതായത് ഇനി ഈ ഡൗൺ ട്രെൻഡ് തീർന്നിട്ട് ഷാളോ ആയിട്ട് മേപ്പോട്ട് സൈഡ് പയ്യെ പൊങ്ങാനാണ് ചാൻസ് കൂടുതൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ തന്നെ കാണാം. ഇതാണ് അതിൻ്റെ ബോട്ടം, ഇതാണ് എൻ്റെ ബോട്ടം. നോക്കിക്കേ, മനസ്സിലാകും. ഇത് വളരെ വലിയൊരു ഡ്രോപ്പായി, ഇത് വളരെ വലിയൊരു ഡ്രോപ്പാണ്. പക്ഷെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൺ ടൈമിലെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ ഇവിടെ. അതായത് 3 കൊല്ലത്തെ ബുൾ മാർക്കറ്റിൽ ലാസ്റ്റത്തെ ഇയറിൽ അവർ ഡംപ് ചെയ്യുന്നു, ഇതും ലാസ്റ്റത്തെ ഇയർ ഡംപ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ 2024 മുതൽ ഈ ഡംപിങ് നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് വലിയൊരു ഇതേപോലത്തെ ഒരു ഹ്യൂജ് ഡംപിങ് ആണെന്ന് ഞാനിവിടെ കരുതപ്പെടുന്നില്ല. കാരണം എന്താണ്? ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണമാണ്, ഈ ഒരു ചാർട്ടിൻ്റെ ബേസ് ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഡംപിങ് ഓൾമോസ്റ്റ് ഓവർ. ഇനി അടുത്തത് അവർ അക്യുമുലേഷൻ പീരീഡിലേക്ക് വേണ്ടി പോവാണ്. അത് ജാനുവരി ഫെബ്രുവരിയൊക്കെ പയ്യെ കാണാം. അവരുടെ അക്യുമുലേഷൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പ്രൈസ് ജമ്പ് ചെയ്യുന്നല്ല, അവർ താഴെ ഷാലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഹെവിലി അക്യുമുലേറ്റ് ചെയ്ത്. മനസ്സിലാകുന്നുണ്ടോ? അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്രൈസ് പ്രീവിയസിനേക്കാളും കുറച്ചും കൂടെ മേപ്പോട്ട്, അതായത് ഇപ്പോൾ 127 അല്ല നമ്മൾ കണ്ടേ, അതായത് അറൗണ്ട് 120 ആ സമയം മുതൽ പയ്യെ സെല് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്? 80K അവർ ഹെവി ആയിട്ട് 85-90 ഹെവി ആയിട്ട് അവർ അക്യുമുലേഷൻ ചെയ്യും. എന്നിട്ട് പയ്യോട് സെല്ല് ചെയ്തിട്ട് മേപ്പോട്ട് പോകും. ഓക്കെ, അതാണ് അവരുടെ ക്യാരക്ടർ. ഇനി ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ ഒരിക്കലും ഉൾക്കൊള്ളരുത്. അത് അവരുടെ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് ഫോളോ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ ചില ക്യാരക്ടർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് അവർ അക്യുമുലേഷൻ ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
അതായത് ഈ കാണുന്ന ഈ ഒരു ഡ്രോപ്പ് ഏകദേശം ഒരു 40% താഴെ മുതൽ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടത്തിൽ മേടിക്കുകയും ഹൈയിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് സോ ഹാർഡ്. അതായത് പ്രൊഫഷണൽ വേൾഡിൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആളുകൾ അതിൽ 95% ആളുകളും അതിന് ഫെയിൽ ആകാറുണ്ട്. ഏകദേശം 7 to 8% ആളുകൾ മാത്രമേ സക്സസ് ആവാറുള്ളൂ. അതായത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളാണ്. റീറ്റെയിലേഴ്സ് നമ്മളെപ്പോലെ ആളുകളല്ല. ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാൾ സ്ട്രീറ്റിലൊക്കെ പ്ലേ ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രൊഫഷണലായിട്ട് വലിയ വലിയ ഫെയിംസിൻ്റെ ബാക്കപ്പോടെ ചെയ്യുന്ന മില്യൺസ് ഓഫ് ഡോളർ വെച്ചിട്ട് ബാക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 7 to 8% ആണ് അവരുടെ സക്സസ് റേറ്റ്. റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്തുമാത്രമാണെന്നുള്ള കാര്യം. അപ്പം ബൈ ലോ സെൽ ഹൈ എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെയാണ്, പക്ഷേ അത് 99% സംഭവം നടക്കാറില്ല. അപ്പോൾ അതായത് ലോങ് ടേമിൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് ലെസ് ബിറ്റ് കോയിൻ. അതല്ല ഒരാൾ 10 to 15 years ഹോൾഡ് ചെയ്യുവാണ്, ഓക്കെ, അവർ ദേ വിൽ ബീറ്റ് ദം. അതായത് 10 മുതൽ 15 കൊല്ലമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഈ ബൈ ലോ സെൽ ഹൈ എന്നുള്ള ക്യാരക്ടറുള്ള ആളുകളെക്കാളും ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കും, ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ 10 to 15 years ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഹോൾഡ് ചെയ്യുമല്ല, അവർ ഈ 10-15 കൊല്ലം അക്യുമുലേഷൻ ചെയ്യുവാണ് കോൺസ്റ്റൻ്റ്ലി. ഈ പറയുന്ന പോലെ താഴോട്ട് പ്രൈസ് പോകുമ്പോൾ ഹെവി ആയിട്ട് അക്യുമുലേഷൻ ചെയ്യും സിസ്റ്റമാറ്റിക് വേ. അവർ അല്ലാതെ ഒറ്റ പ്രൈസ് ഇട്ടിട്ട് അവർ കാത്തിരിക്കുകയല്ല 10-15 കൊല്ലം. ദേ ജസ്റ്റ് അക്യുമുലേറ്റഡ് വൈൽ ദേ ഹോൾഡിങ്. ഓക്കെ, സോ ഈ ഒരു ചാർട്ടിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, മേ ബി ഐ എം ഡെഡ് റോങ്, ബട്ട് ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് വാട്ട് ഐ വാസ് തിങ്കിങ്. ഓക്കെ, എൻ്റെ കണ്ണിലൂടെ ഞാൻ എന്താണ് കാണുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ഡ്രോപ്പ് ഈ പറയുന്ന 1.8 മില്യൺ ആണ് ഈ കണ്ട ഡ്രോപ്പ്. ഈ കണ്ട ഡ്രോപ്പ് ഇപ്പോൾ 1.8 മില്യൺ ആയി കറക്റ്റ്. ഇത് 1.5 ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ 2 കൊല്ലം, ഈ കൊല്ലം തന്നെ 1.2 വീതം 2 വട്ടം ഡംപ് ചെയ്തു. പിന്നെ കൂടുതൽ ഡംപിങ് ലെസ് പോസിബിളാണ്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? സോ ഗൈസ്, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഫാമിലികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വി ഡോണ്ട് ഗെറ്റ് ബാക്ക് ദോസ് ടൈംസ്. നിങ്ങൾക്കറിയാം, ടൈം വളരെ അമൂല്യമാണ്. ബിറ്റ് കോയിനെ പോലെ, മേ ബി ബിറ്റ് കോയിനെക്കാളിലും അമൂല്യമാണ് ടൈം എന്ന് പറയുന്നത്. 2ാം സ്ഥാനമുള്ള ബിറ്റ് കോയിൻ. സോ സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ ഫാമിലി ആൻഡ് യുവർ കിഡ്സ്. ഓക്കെ, സോ ടേക്ക് കെയർ. ബൈ ബൈ.